റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്തുണ്ടായ വളരെ ഹൃദയസ്പർശമായ ഒരു സംഭവം. നബീം അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടി പോയി മക്കയിലെ വാദി ഖുദൈദ് എന്ന് പറയുന്ന സ്ഥലം വിട്ടുകടന്നപ്പോൾ മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്, നല്ല ചൂടാണ്, അതികഠിനമായ ദാഹവും വിശപ്പൊക്കെ ഇങ്ങനെ അനുഭവപ്പെട്ട സമയത്ത് ഇവർ വളരെ രഹസ്യമായിട്ടാണ് സഞ്ചരിക്കുന്നത്. കാരണം കുറേശ്ശികൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിടികൂടും. അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് വാദി ഖുദൈദ് വിട്ട് കിടന്നപ്പോൾ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആട്ടിടയനെ കണ്ടു. ആട്ടിടയനെ സമീപിച്ച് ചോദിച്ചു, ഞാൻ കുറച്ച് പാല് തരാമോ, നന്നായിട്ട് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇടയൻ പറഞ്ഞു, ആയിന്തി ശാസ്ത്രം തൊഴിലും കറക്കാൻ പറ്റിയ ആടൊന്നും എൻ്റെ അടുക്കലില്ല, പാലുള്ള ആടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഒട്ടകമുണ്ട്, പക്ഷെ ഒട്ടകം ശൈത്യകാലത്തിന്റെ ആരംഭത്തിൽ ഗർഭിണിയായതാണ്, മാസം തികയാതെ പ്രസവിച്ചതാണ്, അതുകൊണ്ട് ഒട്ടകത്തിനും പാലില്ല, പാല് തരാൻ പറ്റിയൊന്നുമില്ല എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ആ ഒട്ടകത്തെ കൊണ്ടുവന്നു. ഇടയൻ ആ ഒട്ടകത്തെ കൊണ്ടുവന്നു. വിശ്വാസങ്ങൾ അതിന്റെ അകലിൽ ഇങ്ങനെ കൈവച്ചിട്ട് ദുആ ചെയ്തു കറക്കാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു പാത്രം, പരിച പോലുള്ള ഒരു പാത്രവുമായി വന്നു. വിശ്വാസങ്ങൾ അതിലേക്ക് ഇങ്ങനെ കറന്നൊഴിച്ചു. ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടിപ്പിച്ചു, പിന്നെ കറന്ന് ഈ ഇടയനെ കുടിപ്പിച്ചു, മൂന്നാമത് കറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. ഇത് കണ്ടിയാൽ ഈ ഇടയൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. പാലില്ലാത്തൊരു ഒട്ടകത്തിൽ നിന്നാണ് ഈ മനുഷ്യനിങ്ങനെ പാല് ചൊലുത്തുന്നത്. ഇദ്ദേഹം നബിയാണെന്ന് ഈ മനുഷ്യന് ഇടയൻ അറിയൂല്ല. ഇത് ഈ അത്ഭുതം കണ്ട് അദ്ദേഹം നബിയോട് ചോദിക്കുന്നുണ്ട്, നീ ബില്ലാഹി മൻ അന്ത, അള്ളാഹനെ മുൻനിർത്തി ചോദിക്കണം, നീ ആരാണ്, നീ ആരാണ്? ഫവല്ലാഹി മാ റഅയ്തു മിസ്ലക ഖത്തു, നിന്നെ പോലെ ഒരാളെ കണ്ടിട്ടില്ല, നീ എത്ര അത്ഭുതമാണ് ഈ കാണിച്ചത് എന്ന് റസൂലിനോട് ചോദിച്ചു. വിശ്വാസം പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ നീ അത് മറച്ചു വെക്കുമോ എന്ന് ചോദിച്ചു. ഇപ്പോ ഞാൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടികൂടപ്പെടും, നീ ആ വിവരം മറച്ചു വെക്കുമ്പോൾ ഞാൻ പറയാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ ആരോടും പറയില്ല, ആരാണെന്ന് എന്നോട് പറയാൻ പറഞ്ഞു ഫൈനി റസൂലുള്ള, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ അറാബി നബിയോട് ചോദിക്കുന്നുണ്ട്, അന്തല്ലദീ തസ്അമു ഖുറൈശുൻ അന്നക സാഹിബ്, ഒരു പുത്തൻവാദി മദീനയിലും മക്കയിലും വന്നിട്ടുണ്ടെന്ന് ഖുറൈശിൽ പറയുന്നത് നീ തന്നെയാണെന്ന് ചോദിച്ചു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങനെ പറയാറുണ്ട്, ഞാൻ പുത്തൻവാദിയാണെന്ന് പറയാറുണ്ട്, കാരണം അവരുടെ ആചാരങ്ങൾക്കെതിരായ ആ കാര്യങ്ങളാണ് ഞാൻ അവരോട് പറയുന്നത്. അപ്പൊ അറാബി പറയണം, വല്ലാഹി ഇന്നി അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നീ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷി നിൽക്കുകയാണ്, ഞാനത് അംഗീകരിക്കുകയാണ്. പന്നമാ ജിഅ്ത ബിൽ ഹഖ്, നീ കൊണ്ടുവന്ന ആദർശം സത്യമാണെന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം വല്ലാഹി മാ യഅമലു ബിസ്ല മാ അമിൽത ഇല്ലാ നബി, നീ ചെയ്തതുപോലെ ഇതുപോലൊരു അത്ഭുതം കാണിക്കാൻ ഒരു നബിക്കല്ലാതെ കഴിയില്ല. അതുകൊണ്ട് നീ നബിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, അംഗീകരിക്കുകയാണ്. ഇനി മുത്തബിയുക, ഞാൻ നിന്നെ പിന്തുടരുകയാണ്, ഞാൻ നിന്നെ പിൻപറ്റുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പൊ നീ എൻ്റെ കൂടെ കൂടണ്ട, ഇപ്പൊ അതിന് പറ്റിയ സമയമല്ല, ഞാനിങ്ങനെ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്, എൻ്റെ കൂടെ കൂടിയാൽ ശരിയാവില്ല, ഞാൻ ഇൻഷാ അല്ലാഹ് വിജയിച്ചു വരും മക്കയിലേക്ക്, അന്ന് നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് റസൂൽ മനുഷ്യനോട് പറയുന്നു. നമ്മൾ ഈ സംഭവത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം ഒരു സാധാരണ ഒരു അറബി ഗ്രാമീണനാണ്, ഖുറൈശികളെ പോലെ സത്യനിഷേധിയുമാണ്, അദ്ദേഹത്തിന് സത്യം അറിയാം. പക്ഷേ ഒരു നിസ്സാര സമയത്ത്, ചുരുങ്ങിയ സമയത്തെ അനുഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചറിയാണ്. ആ ചുരുങ്ങിയ സമയത്തെ അനുഭവത്തിലൂടെ ഇദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഹിദായത്തിന്റെ, ഈമാനിന്റെ വെള്ളിവെളിച്ചം അല്ലാഹു തആല ഇട്ടു കൊടുക്കുകയാണ്. ഇദ്ദേഹത്തെക്കാൾ ബുദ്ധിയും സാമർത്ഥ്യവും അറിവും കഴിവുമുള്ള ആളുകളാണ് മക്കയിലെ ഖുറൈശികൾ, അബൂജഹൽ, അബൂലഹബ് അടക്കമുള്ള ആളുകൾ. അവരെ നബി 24 മണിക്കൂർ നബി അനുഭവിക്കുന്നവരാണ്, ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ കണ്ടവരാണ്. പക്ഷെ അവർക്കൊന്നും അല്ലാഹു തആല വിശ്വസിക്കാനുള്ള, ഈമാൻ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് കൊടുത്തില്ല. അപ്പൊ ഈമാൻ, ഹിദായത്ത് എന്നൊക്കെ പറയുന്ന പടച്ചു നിശ്ചയിച്ച ആളുകൾ അല്ലാഹു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഒരു നിമിഷത്തെ, ഒരു സെക്കൻഡ് നേരത്തെ, ഒരു മിനിറ്റ് നേരത്തെ അനുഭവം മതി ഈമാൻ ഉൾക്കൊള്ളാൻ. ഇന്ന് നമുക്കറിയാം, ഇന്ന് നമുക്കിടയിലുള്ള എക്സ് മുസ്ലിമിങ്ങൾ അവർ വലിയ ബുദ്ധിമാന്മാരും വലിയ ചിന്തകരും വായനക്കാരൊക്കെ തന്നെയാണ്, നമ്മളെക്കാൾ അറിവുള്ളവരായിരിക്കാം. പക്ഷെ അവർക്കൊന്നും ഈ ഹിദായത്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ നിഷേധികളായി റസൂലിനെ തെറി പറയുന്നവരും റസൂലിന്റെ എതിരാളികളുമായിട്ടുള്ളവരും മാറുകയാണ്. കാരണം എന്താണ്? അള്ളാഹു ഹിദായത്ത് നിശ്ചയിച്ചിട്ടില്ല, അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം. അവിടെയാണ് നമുക്ക് അള്ളാഹു നൽകിയ ഈമാനിന്റെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഈമാൻ മരണം വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ്
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.